അന്നക്കാർക്ക് ഭ്രാന്ത് പിടിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി മർദ്ദിച്ചു. എന്തൊരു ഇതെന്തു നീതി, ഇതെന്തു മറുപടി പറയൂ UDF. സഖാക്കളെ, പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ പ്രതിഷേധ ജ്വാല ഏതാണ്ട് 2 ദിവസമായിട്ടുള്ള UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ട് ഈ 2 ദിവസം കൊണ്ട് തന്നെ ഈ നാട്ടിലെ പട്ടികജാതി ദളിത് വിഭാഗങ്ങളെ എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവ് നാം കണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 150 വർഷത്തോളമായി ജീവിക്കുന്ന അവരുടെ കുടിലുകളിൽ നിന്നും ഭൂമാഫിയയ്ക്ക് വേണ്ടി അവരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാരും പോലീസും കൂട്ടുനിന്നിരിക്കുകയാണ്. വളരെ ഭീകരമായിട്ടുള്ള മർദ്ദനമാണ് അവർക്ക് നേരെ അഴിച്ചുവിട്ടിട്ടുള്ളത്. കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയും രോഗികളെയും ഉൾപ്പെടെ വലിയ രൂപത്തിൽ മർദ്ദിച്ചുകൊണ്ടാണ് ഭൂമാഫിയയ്ക്ക് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി UDFന്റെ സർക്കാരും പോലീസും തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ശക്തമായിട്ടുള്ള പ്രതിരോധം ഈ നാട്ടിൽ ഉയർന്നു വരും. പട്ടികജാതി ദളിത് വിഭാഗങ്ങളെ അതിക്രമിക്കാമെന്നാണ് ഇവരുടെ മനസ്സിലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് കേരളത്തിലാകെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പട്ടികജാതി ക്ഷേമ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പട്ടികജാതി ക്ഷേമ സമിതി പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനയായിട്ടുള്ള സമരമാണ്. തുടർന്നും ഇതേ നയമാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങൾക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഷൺമുഖൻ, അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ, ഷാജി തുടങ്ങിയ PKSന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളെ, മുഴുവൻ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി PKSന്റെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള AK ഉണ്ണിയേട്ടനെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എറണാകുളം ജില്ലയിലെ കുന്നത്തുകാട് മണ്ഡലത്തിൽ വാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ വർഷങ്ങളായി താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളെ കോടതി ഉത്തരവിന്റെ മറവിൽ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങള് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ കുറച്ചു നാൾ മുമ്പ് വരെ കേരളത്തിൽ ഭരണം കൈയാളിയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ അവധാനതയോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യുകയും അവിടെ താമസിക്കുന്ന മുഴുവൻ പട്ടികജാതി കുടുംബങ്ങൾക്കും ആ ഭൂമി അവർക്ക് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇല്ലാതാവുകയും ചെയ്തു. UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്ന് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് തന്നെ എന്താണ് ഈ ഗവൺമെന്റിന്റെ നയം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിവിധ ആശുപത്രികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ജനദ്രോഹകരമായ ചില പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ ഭാഗത്തുള്ള അതിനിഷ്ഠൂരമായ പ്രവർത്തനം ഉണ്ടായത്. ആ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പട്ടികജാതി കുടുംബങ്ങളെ അവിടെ തന്നെ താമസിപ്പിക്കുന്ന ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് PKS മുന്നോട്ട് പോകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ഇന്ന് ഈ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി
ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി സഖാവ് ഷൺമുഖനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പട്ടിക ക്ഷേമ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയാണ്. ഇത് സംഘടിപ്പിക്കാൻ ആധാരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോട് വിശദീകരിച്ചു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ പരിയത്തുകാവ് എന്ന് പറയുന്ന ഉന്നതിയിൽ ഏകദേശം 8ഓളം കുടുംബങ്ങളാണ് ആ ഉന്നതിയിൽ ഇപ്പോ ജീവിച്ചു വരുന്നത്. 100-150 വർഷക്കാലം പഴക്കമുണ്ട് ആ കുടുംബങ്ങൾക്ക്. നിരവധി തലമുറ അവിടെ ജീവിച്ചു മരിച്ചതാണ്. ആ മണ്ണിൽ നിന്നും ആ കുടുംബങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മുനിസിപ്പൽ കോടതി ഇറക്കിയ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മറവിൽ അവിടുത്തെ പോലീസ് വന്ന് 14 തവണ അവിടെ ഇതുപോലെ അന്വേഷണ സംഘവും കമ്മീഷനും പോലീസും വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും പോലീസിന്റെ യഥാർത്ഥ മുഖം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീനിജനാണ്. അപ്പോ ഭരണം മാറി കേവലം 48 മണിക്കൂർ ആയപ്പോഴേക്ക് പോലീസിന്റെ തനി രൂപം നമ്മൾ കണ്ടു. അവിടെ ആ 8 കുടുംബങ്ങളെ കുടിയിറക്കി വിടുന്നതിന് വേണ്ടി വലിയ പോലീസ് സന്നാഹമായി അവിടെ വരികയും വലിയ രൂപത്തിലുള്ള പ്രതിരോധം അവിടുത്തെ പൊതുപ്രസ്ഥാനം CPIM-ഉം അതുപോലെ തന്നെ പട്ടിക ക്ഷേമ സമിതിയും കർഷക തൊഴിലാളി യൂണിയൻ പോലെയുള്ള സംഘടന അതിശക്തമായി പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി അന്നത്തെ നടപടിയൊന്നും പുറകോട്ട് പോവുകയാണുണ്ടായത്. പക്ഷേ വലിയ പീഡനം, വലിയ അക്രമം ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നേരെ ഉണ്ടായി. അവിടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആ 8ഓളം കുടുംബങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും വലിയ രൂപത്തിലാണ് പോലീസ് ആക്രമിച്ചത്. യാതൊരു ദയാദീക്ഷണമില്ലാതെ. നമുക്കറിയാലോ, രാജ്യത്ത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സംരക്ഷണം നൽകുന്ന വിഭാഗങ്ങളാണ് പട്ടികജാതി വിഭാഗങ്ങൾ. ആ ഭരണഘടന നൽകുന്ന ഉറപ്പിനെ ലംഘിച്ചുകൊണ്ട് ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ, അതും സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയുള്ള കോടതി ഉത്തരവാണ്, അതിനെ മറികടക്കാൻ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷവും CPM-ഉം പട്ടിക ക്ഷേമ സമിതിയും നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ആ പോരാട്ടവും പ്രതിരോധവും ആ മണ്ണിൽ ഇടതുപക്ഷം നൽകും. പട്ടിക ക്ഷേമ സമിതി ആ പ്രതിരോധത്തിന്റെ മുമ്പിലുണ്ടാവുന്ന സൂചനയാണ് സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി PKS സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഭൂമിയും വീടും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം, ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യത്തിൽ പ്രത്യേകിച്ച് പട്ടിക വിഭാഗത്തിന് നൽകേണ്ട ഭരണഘടന ഉറപ്പ് നൽകുന്ന സംരക്ഷണം നൽകേണ്ട പോലീസ് കേവലം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഇടപെടുന്നു എന്നുള്ളതാണ്. ഇത് ഭരണക്കാരുടെ എല്ലാ പിന്തുണയും ഈ കാര്യത്തിലുണ്ട്. നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞതുപോലെ 14 വർഷം സമയവും 14 തവണയും പോലീസ് വന്നു ഒരു ആക്ഷനും എടുക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. 15ാമത്തെ തവണയാണ് ഇപ്പോ UDF-ന്റെ ഭരണത്തിന്റെ കീഴിൽ വന്ന് അപ്പൊ ആക്ഷൻ വന്നു. ഇനി നാളെ ശനിയാഴ്ച വലിയ രൂപത്തിൽ വരുമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. നല്ല രൂപത്തിൽ പ്രതിരോധിക്കാൻ അവിടുത്തെ CPM-ഉം PKS-ഉം വർഗീയ സംഘടന ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ജനങ്ങളും, ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആ പാവപ്പെട്ട 8 കുടുംബങ്ങളെ അവിടെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പട്ടാമ്പിയിലെ ബഹുജനങ്ങളും പങ്കാളികളാവണമെന്നാണ് പട്ടാമ്പി PKS-ന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രതിഷേധ ജ്വാലാ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സഖാക്കളെ, ഇന്ന് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഭരണം മാറിയതിനു ശേഷം ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആരുടെ പക്ഷത്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കുന്നത്തുനാട് മണ്ഡലത്തിൽ സംഭവിച്ചത്. ഇതില് നേരത്തെ സൂചിപ്പിച്ചതിനപ്പുറം ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് ദളിത് പട്ടികജാതി സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. വലിയ തോതില് സംവരണവും അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒരു അക്രമം അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങളിലടക്കം അഭിപ്രായം പറയുന്നവരും പ്രകടനം നടത്തുകയും വലിയ കോലാഹലം നടത്തുന്ന ഒരുപാട് ചെറുതും വലുതുമായുള്ള സംഘടനകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സംഭവത്തിൽ ഇതുവരെ PKS എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഈ സംഘടനയല്ലാതെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നത് PKS-ഉം അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനവുമാണ്.
മറ്റുള്ള ദളിത് പട്ടികജാതി സംഘടനകൾ ആരുടെ പക്ഷത്താണ് എന്ന് കൃത്യമായി മനസ്സിലാവുന്ന തരത്തിലാണ് ഈ സംഭവങ്ങളെ നമ്മൾ കാണേണ്ടത്. തീർച്ചയായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇനി തുടർന്നും ഇവരുടെ ഈ നയം എന്താണ് എന്ന് നേരത്തെ കൂട്ടി തന്നെ മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ. തീർച്ചയായും ഇതിനെതിരായിക്കൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും PKS എന്ന സംഘടന വരും കാലങ്ങളിൽ ഏറ്റെടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനെ ആ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുവൻ സഖാക്കളും നാട്ടുകാർ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയമുള്ള സഖാക്കളെ, കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന് ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനത്തിന്റെ ഒരു ചൂണ്ടുപലക തന്നെയാണ് അവര് മരണത്തിൽ കയറി 48 മണിക്കൂറിനുള്ളിൽ പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ നടന്ന സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം തന്നെ വരും നാളുകളിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്ത സഖാവ് PKS ഏരിയ സെക്രട്ടറി സഖാവ് P ഷൺമുഖൻ, അധ്യക്ഷത വഹിച്ച സഖാവ് AK ഉണ്ണി, അതുപോലെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച സഖാവ് ഷാജി, അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ PKS എല്ലാ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ.